വെൽക്കം ടു ഹിന്ദി ഹബ്. ഇത് നമ്മുടെ ബേസിക് ക്ലാസ് സീരീസിലെ പാർട്ട് 5 ആണ്. പാർട്ട് 1, 2, 3, 4 കണ്ടതിന് ശേഷം മാത്രമേ ഈ ഭാഗം കാണാവൂ. ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങളെ ഉച്ചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ 7 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ ഹിന്ദി വ്യഞ്ജനാക്ഷരവും വായിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയെ 7 ആയി തിരിച്ചിരിക്കുന്നത്. ക, ഖ, ഗ, ഘ, ങ അതായത് ക വർഗം. ഇവ പറയുമ്പോൾ ശബ്ദം തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. അടുത്തത് ച വർഗം. നാവിന്റെ മുകൾ ഭാഗം അപ്പർ സൈഡിൽ തട്ടിയാണ് ഇവ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. തുടർന്ന് ട വർഗം. നാവിന്റെ പിൻഭാഗം മുകളിലേക്ക് വളച്ച് ഉച്ചരിക്കുന്ന ശബ്ദങ്ങളാണ് ഇവ. പിന്നെ ത വർഗം. നാവ് പല്ലിൽ തട്ടിയാണ് ശബ്ദമുണ്ടാക്കുന്നത്. അടുത്തത് പ വർഗം. ഇവ പറയുമ്പോൾ ചുണ്ടുകൾ ചേർന്നാണ് ശബ്ദം വരുന്നത്. ഇനി അന്തസ്ഥ വ്യഞ്ജൻ, യാ, ര, ല, വ അന്തസ്ഥ വ്യഞ്ജൻ. ഇവയെ സെമി വവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. നാവിന്റെ ചെറിയ ചലനത്തോടു കൂടിയാണ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഊഷ്മവ്യഞ്ജൻ. അവസാനമായി ഊഷ്മവ്യഞ്ജൻ, ഷ, ഷ, സ, ഹ. ഇവയിൽ വായുവിന്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഒരു ചൂട് ശബ്ദം പോലെ തോന്നും. ഇങ്ങനെയൊക്കെയാണ് ഇതിന് തിരിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പാർട്ട് 4ൽ ക വർഗത്തിന്റെ മാത്രകൾ, അതായത് സിംബൽസ് ആണ് പഠിച്ചത്. ഈ വീഡിയോയിൽ ബാക്കി വ്യഞ്ജനാക്ഷരങ്ങളുടെ സിംബൽസ് കൂടി പഠിക്കണം. കൂട്ടത്തിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്വരമാത്രകൾ പഠിച്ചല്ലോ. ഈ സിംബൽസ് തന്നെയാണ് എല്ലാ വ്യഞ്ജനാക്ഷരത്തിലും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ച വർഗത്തിന്റെ സിംബൽസുകൾ നോക്കാം. ച, ചാ, ചി, ചീ, ചു, ചൂ, ചെർ, ചേ, ചൈ, ചോ, ചൗ, ചം, ച. ഛ, ഛാ, ഛി, ഛീ, ഛു, ഛൂ, ഛ്, ഛേ, ഛൈ, ഛോ, ഛൗ, ഛം, ഛ. നെക്സ്റ്റ് ജ, ജാ, ജി, ജീ, ജു, ജൂ, ജർ, ജേ, ജൈ, ജോ, ജൗ, ജം, ജ. ഛ, ഛാ, ഛി, ഛീ, ഛു, ഛൂ, ഛ്, ഛേ, ഛൈ, ഛോ, ഛൗ, ഛം, ഛ. നെക്സ്റ്റ് ഞ, ഞാ, ഞി, ഞീ, ഞു, ഞൂ, ഞർ, ഞേ, ഞൈ, ഞോ, ഞൗ, ഞം, ഞ. ഇങ്ങനെയാണ് വരുന്നത്. ഹിന്ദിയിലെ ങ എന്ന അക്ഷരവും ഞ എന്ന അക്ഷരവും അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട വർഗത്തിന്റെയാണ്. എല്ലാത്തിന്റെയും സിംബൽസ് ഒരുപോലെ തന്നെയാണ്. എന്നാലും ചില വ്യത്യാസങ്ങൾ ചില സിംബൽസിൽ കാണാം. അതെവിടെയാണെന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നോക്കാം. ഡ, ഡ, ഡി, ഡി, ഡു, ഡു, ഡർ, ഡേ, ഡൈ, ഡോ, ഡൗ, ഡം, ഡ. എല്ലാത്തിന്റെയും താഴെ മലയാളം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസി ആവും. നെക്സ്റ്റ് ട, ഠ, ട, ഠി, ടി, ടു, ടു, ടർ, ടേ, ടൈ, ടോ, ടൗ, ടം, ട. ഇവിടെയൊന്നും മാറ്റങ്ങളില്ല. നെക്സ്റ്റ് ഡ, ഢ, ഡ, ഢി, ടി, ഠു, ടു, ഡർ, ഡേ, ഡൈ, ഡോ, ഡൗ, ഡം, ഡ. നെക്സ്റ്റ് വരുന്നത് ഠ, ഠ, ഢ, ഢി, ഢി, ഠു, ഠു, ഡർ, ഢേ, ഡൈ, ഢോ, ഢൗ, ഡം, ഢ. നെക്സ്റ്റ് വരുന്നത് ന, ന, നാ, നി, നീ, നു, നു, നിർ, നേ, നൈ, നോ, നൗ, നം, ന. അടുത്തത് താവർഗമാണ്. ത, താ, തി, തീ, തു, തു, തർ, തേ, തൈ, തോ, തൗ, തം, ത. ഥ, ഥ, ഥി, ഥി, ഥു, ഥു, ഥർ, ഥേ, thൈ, ഥോ, ഥൗ, ഥം, ത. നെക്സ്റ്റ് ദായാണ് വരുന്നത്. നോക്കൂ. ദ, ദാ, ദി, ദീ, ദു, ദൂ, ദർ, ദേ, ദൈ, ദോ, ദൗ, ദം, ദ.
അത് തന്നെയാണ് ഇവിടെ താഴെയും എഴുതിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ദർ എന്ന അക്ഷരം 2 രൂപത്തിലാണ് കാണുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ, പുസ്തകത്തിലൊക്കെ എഴുതുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലെ അച്ചടി രൂപത്തിൽ ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ പുതിയൊരു അക്ഷരമാണെന്ന് വിചാരിക്കരുത്. നെക്സ്റ്റ് ദ, ധ, ധ, ധി, ധീ, ധു, ധൂ, ധർ, ധേ, ധൈ, ധോ, ധൗ, ധം, ധ, ന, നാ, നി, നീ, നു, നോ, നിർ, നേ, നൈ, നോ, നൗ, നം, ന. നെക്സ്റ്റ് പാവർഗത്തിന്റെ സിമ്പിൾസ് ആണ് നോക്കുന്നത്. പ, പ, പി, പി, പു, പു, പിർ, പേ, പൈ, പോ, പൗ, പം, പ, ഫ, ഫ, ഫി, ഫി, ഫു, ഫു, ഫിർ, ഫേ, ഫൈ, ഫോ, ഫൗ, ഫം, ഫ, ബ, ബ, ബി, ബി, ബു, ബു, ബിർ, ബേ, ബൈ, ബോ, ബൗ, ബം, ബ, ഭ, ഭ, ഭി, ഭി, ഭു, ഭു, ബിർ, ഭേ, ഭൈ, ഭോ, ഭൗ, ബം, ഭ, മ, മാ, മി, മീ, മു, മോ, മിർ, മേ, മൈ, മോ, മൗ, മം, മ. നെക്സ്റ്റ് നമ്മുടെ അന്തസ്ഥ വ്യഞ്ജൻ യാ, രാ, ലാവ. യാ, യാ, ഈ, യു, യൂ, യിർ, യേ, യൈ, യോ, യൗ, യം, യാ. രാ, രാ, രി, രീ, രു, രൂ, രിർ, രേ, രൈ, രോ, രൗ, രം, ര. ല, ലാ, ലി, ലീ, ലു, ലൂ, ലിർ, ലേ, ലൈ, ലോ, ലൗ, ലം, ല. നെക്സ്റ്റ് വ. വ, വാ, വി, വീ, വു, വൂ, വിർ, വേ, വൈ, വോ, വൗ, വം, വ. അടുത്തത് ഊഷ്മവ്യഞ്ജനാണ്. ഷ, ഷ, സ, ഹ. ഷ, ഷ, ഷി, ഷീ, ഷു, ഷൂ, ഷിർ, ഷേ, ഷൈ, ഷോ, ഷൗ, ഷം, ഷ. ഇവിടെയും 2 രൂപത്തിൽ തന്നിരിക്കുന്നു. ഷർ എന്ന ലെറ്റർ ഈ രീതിയിലും എഴുതാം. അച്ചടിയിൽ അധികം ഈ രൂപത്തിലാണ് വരുന്നത്. പക്ഷെ ഈ രീതിയിലും എഴുതും, ഈ രീതിയിലും നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ഷ. ഷ, ഷാ, ഷി, ഷീ, ഷു, ഷൂ, ഷിർ, ഷേ, ഷൈ, ഷോ, ഷൗ, ഷം, ഷ. സ, സാ, സി, സീ, സു, സൂ, സിർ, സേ, സൈ, സോ, സൗ, സം, സ. ഹ, ഹ, ഹാ, ഹി, ഹീ, ഹു, ഹു, ഹിർ, ഹേ, ഹൈ, ഹോ, ഹൗ, ഹം, ഹ. ഇവിടെ ഹിർ എന്ന സിമ്പൽ, ഹിർ എന്ന് എഴുതുമ്പോൾ ഹിർ എന്ന സിമ്പൽ താഴെയല്ല എഴുതുന്നത്, ഇവിടെ ഉള്ളിലായിട്ടാണ്. ഇങ്ങനെയാവും അച്ചടിയിൽ വരിക. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഈ താഴെ സിമ്പൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയും എഴുതാം. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ 4 സംയുക്ത വ്യഞ്ജനങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. ക്ഷ, ത്ര, ജ്ഞ, ശ്ര. 2 വ്യഞ്ജനം ചേർന്ന് രൂപപ്പെടുന്ന അക്ഷരങ്ങളാണ് ഇവ. ഇവയ്ക്ക് എങ്ങനെ സിമ്പിൾസ് കൊടുക്കാം? ക്ഷ, കായും ഷായും ചേർന്ന് രൂപപ്പെടുന്ന അക്ഷരമാണ് ക്ഷ. ക്ഷ, ക്ഷ, ക്ഷി, ക്ഷീ, ക്ഷു, ക്ഷു, ക്ഷിർ, ക്ഷേ, ക്ഷൈ, ക്ഷോ, ക്ഷൗ, ക്ഷം, ക്ഷ. നെക്സ്റ്റ് തായും രായും ചേർന്ന് രൂപപ്പെടുന്ന വ്യഞ്ജനാക്ഷരമാണ് ത്ര. ത്ര, ത്രാ, ത്രി, ത്രീ, ത്രു, ത്രൂ, തൃ, ത്രേ, ത്രൈ, ത്രോ, ത്രൗ, ത്രം, ത്ര. നെക്സ്റ്റ് ജായും ജ്ഞായും ചേർന്ന് രൂപപ്പെടുന്നതാണ് ജ്ഞ. ഇതിനെ ഗ്യ എന്ന രീതിയിലും വായിക്കാറുണ്ട്. ജ്ഞ, ജ്ഞാ, ഞി, ഞീ, ഞു, ഞൂ, ഞിർ, ഞേ, ഞൈ, ഞോ, ഞൗ, ഞം, ഞ. ശ്ര, ഷായും രായും ചേർന്ന് രൂപപ്പെടുന്നതാണ്. ശ്ര, ശ്രാ, ശ്രീ, ശ്രീ, ശ്രു, ശ്രു, ശ്ര, ശ്രേ, ശ്രൈ, ശ്രോ, ശ്രൗ, ശ്രം, ശ്ര. മക്കളെ, നിങ്ങൾ ഈ സിമ്പിൾസ് ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഏത് വേർഡും വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇത് കുറെ ഉള്ളതായിട്ട് തോന്നും, പക്ഷെ ആദ്യം നിങ്ങൾ ഈ സിമ്പിൾസ് പഠിക്കുക. അപ്പൊ വളരെ ഈസി ആയിട്ട് തോന്നും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സംയുക്ത വ്യഞ്ജനത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.